അടുത്ത വർഷമാകുമ്പോൾ നിങ്ങളൊരു 8 മാസം 10 മാസം കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറും. ദ വെരി ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങുന്നു. നമുക്ക് അടുത്ത് വരാതിരിക്കുന്ന SSC എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു SSC എക്സാം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഫോക്കസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഡ്രീമാണ് SSC CGL എക്സാംസ് ക്ലിയർ ചെയ്യുക, അതിലും ഏറ്റവും നല്ല പോസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞ് പാസ് ഔട്ടൊക്കെ ആയതിനു ശേഷം അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് പാസ് ഔട്ട് ആയതിനു ശേഷമൊക്കെ ഒരുപാട് പേര് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, എന്താ ഈ SSC എക്സാംസ്, എന്താ അതിലും ഈ SSCയുടെ CGL എക്സാം എന്ന് പറഞ്ഞാൽ എന്താ, അന്നൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ട്. അപ്പോൾ ഓൾറെഡി SSC എക്സാംസ് എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ കുറേ വീഡിയോസ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കവർ ചെയ്തു. എന്നുള്ള ഒരുപാട് പേര് SSC എക്സാംസ് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരുപാട് വെബിനാർസും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഈ സെഷൻ ആ ഒരു വെബിനാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് ഓവറോൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്നവരെ കുറിച്ച് വേണ്ടി ഒരു ഫ്രീ വെബിനാറും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഈ ഒരു സെഷൻ്റെ അവസാനം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ SSC എക്സാംസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ എക്സാമാണ് നമ്മുടെ SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിലും നമ്മുടെ SSC ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരുപാട് ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന മിനിസ്ട്രീസ് തൊട്ട് താഴോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുമ്പോൾ CBI, NIA, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ്, ഇൻകം ടാക്സ്, കസ്റ്റംസ്, ഇങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. നമ്മുടെ CAGയുടെ ഓഫീസർ, അങ്ങനെ പല 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 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് SSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലും SSCയുടെ CGL എക്സാം, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന SSCയുടെ CGL എക്സാം. അപ്പോൾ ഈ CGL എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും ടോപ്പ് ലെവൽ, നമുക്കറിയാം ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം വരുന്നതാണ് ഗ്രൂപ്പ് A, നമ്മുടെ UPSC എക്സാംസ് ഒക്കെ വഴി കവർ ചെയ്യുന്ന പോസ്റ്റുകൾ. അത് കഴിഞ്ഞാൽ തൊട്ടടിയിൽ വരുന്ന ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C, നമ്മുടെ മിനി സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിൻ്റെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകൾ ഇത് കവർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ എത്തുന്നവർ, CGL എക്സാം വഴി ഒരു ജോലിയിലേക്ക് എത്തുന്നവർ പല പോസ്റ്റുകളിലും നമുക്കൊരു 12 to 13 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു IPS റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റുകൾ അടക്കം വരുന്നതാണ് നമ്മുടെ SSCയുടെ CGL എന്ന് പറയുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് അല്ല വരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് SSC CGL എക്സാം, നിങ്ങൾ എന്തുകൊണ്ട് SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എന്താണ് SSC CGL ഇത്രയും സ്പെഷ്യലായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ എപ്പോഴും കാണുന്ന സെഷനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെഷനിലൊക്കെ തന്നെ അക്കാഡമിക് ആംഗിളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ സിലബസ് കോമൺ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ SSC CGLിലേക്ക് വരുമ്പോഴും ഇപ്പോൾ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ SSCയുടെ CGL എക്സാമിൻ്റെ അതേ സിലബസിൽ ആണ് SSCയുടെ ബാക്കി ഒരുപാട് എക്സാംസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഏകദേശം എഴുതാൻ പറ്റുന്ന ഒരു 6ഓളം എക്സാംസ് ഉണ്ട്. ഒരു 4 എക്സാം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഫോഴ്സ്, നമ്മുടെ കോൺസ്റ്റബിളും SI റാങ്ക് ഒക്കെ നോക്കുന്നവരാണ്, അവർക്ക് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടി നോക്കാൻ പറ്റുന്ന പിന്നെയും ഉണ്ട് CPO, കോൺസ്റ്റബിൾ, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ, ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ, ഇങ്ങനെയൊക്കെയുള്ള പിന്നെയും കുറേ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കൊരു 6 തൊട്ട് 8 എക്സാംസ് വരുന്നുണ്ട്. ഇതേ SSCയുടെ CGLന്റെ അതേ എക്സാം പാറ്റേണിൽ നടക്കുന്ന എക്സാംസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വൈ SSC CGL എന്ന എക്സാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അക്കാഡമിക് ആംഗിളിൽ പറയണമെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെയിം സിലബസ് ആണ്, അതേ സിലബസ് ആണ് ഒരുപാട് എക്സാംസിന് വേണ്ടി വരുന്നത്. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നതും ബാക്കിയുള്ള ഒരുപാട് എക്സാംസ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് SSCയുടെ CGLന്റെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ പ്രിപ്പയർ ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോഴും നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ അക്കാഡമിക് ആംഗിൾ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ജനറൽ ആയിട്ട് ഇപ്പം ജസ്റ്റ് പഠിച്ച് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണ്, എന്താണ് SSCയുടെ CGL അല്ലെങ്കിൽ ഇത് എഴുതിയെടുത്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനകത്ത് വളരെ ബ്രീഫായിട്ട് വളരെ ജനറൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു SSC CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, ഏതൊരു ഗ്രാജുവേറ്റിന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു CGL എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജുകളും എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്കറിയാം ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു കാര്യമാണ് ജോബ് സെക്യൂരിറ്റി. നമ്മൾ എല്ലാ വർഷവും
ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ ടുവേർഡ്സ് ദ മിഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു IT കമ്പനി ഇത്ര ആൾക്കാരെ ലേ ഓഫ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ കുറയ്ക്കുന്നു എന്നൊക്കെയുള്ള നമ്മൾ ഈവൻ ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ നമ്മളത് കേൾക്കാറുണ്ട് ഒരുപാട് വലിയ വലിയ കമ്പനീസിൽ. പക്ഷേ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഇത്ര ആൾക്കാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ജോബ് സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ കിട്ടിയ ജോലി പോകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു കിട്ടിയ ജോലി നമ്മുടെ ലൈഫ് ടൈം നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ, വേറെ കാര്യങ്ങളൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു ജോലിയിൽ ലൈഫ് ടൈം വർക്ക് ചെയ്യാം. നമ്മുടെ റിട്ടയർമെന്റ് ആവുന്ന വരെ നമുക്ക് വർക്ക് ചെയ്യാം. ആൻഡ് നമുക്കൊരു കൺസിസ്റ്റന്റ് ഗ്രോത്തും ഉണ്ടായിരിക്കും. അതേ പോസ്റ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു SSC എക്സാംസിലേക്ക് വരുമ്പോഴും ഏതൊരു ഗവൺമെന്റ് എക്സാംസിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് വരുന്ന ഒരു പോയിന്റ്. സോ ഹൈ ജോബ് സെക്യൂരിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിത്ത് സ്റ്റേബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഇൻകത്തിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ആ ഇൻകം സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യും, പ്ലസ് എന്താ പറയുക കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇൻകംസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പോസ്റ്റ് മാറുന്നതിനനുസരിച്ച്, പ്രൊമോഷൻ വരുന്നതിനനുസരിച്ച് നമ്മുടെ പേ കമ്മീഷൻസ് അടുത്ത് നിങ്ങൾക്കറിയാം 8th പേ കമ്മീഷൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പേ കമ്മീഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും, കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് പോസ്റ്റുകളുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മൾ SSCയുടെ CGL എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ചില എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പോസ്റ്റിന് വേണ്ടി ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിന്റെ ക്ലർക്ക്. ഇപ്പം ക്ലർക്കൽ പോസ്റ്റ്, ബാങ്കിലെ ക്ലർക്കിന്റെ ഒരു പോസ്റ്റിനേക്ക് ആയിരിക്കും നമുക്കത് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ബാങ്കിൽ ക്ലർക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ SBI ക്ലർക്ക് എന്നൊരു ആംഗിളിലായിരിക്കും വിളിക്കുന്നത്. പക്ഷേ SSC CGL എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിലേക്കല്ല വിളിക്കുന്നത്. നമുക്കവിടെ ഏകദേശം 36 പോസ്റ്റുകളാണ് വരുന്നത്. നമ്മുടെ എന്താ പറയുക ഒരു ഗസറ്റഡ് CAGയുടെ ഓഫീസിൽ ഓഡിറ്റർ പോസ്റ്റ് തൊട്ട് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ വരുന്ന സോർട്ടിംഗ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്ന ടാക്സ് അസിസ്റ്റന്റ് വരെ ഉള്ള ഡിഫറെന്റ് ഗ്രേഡ് പേയിൽ വരുന്ന 36 പോസ്റ്റുകൾ. ഈവൻ അതേക്കാളും കൂടുതൽ വരാം ഇനി വരുന്ന സമയത്ത്. അപ്പോൾ അത്രയും പോസ്റ്റുകൾക്കാണ് ഇത് വിളിക്കുന്നത്. അതും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ CBIയുടെ അണ്ടറിൽ, അതുപോലെ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ്, ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് CBI, NIA, നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, കസ്റ്റംസ് എന്ന് പറയുന്നത്, പ്രിവെന്റീവ് ഓഫീസറൊക്കെ ആയിട്ട്. അതേപോലെ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ. ഇപ്പം നമ്മുടെ ഒരുപാട് മിനിസ്ട്രീസിൻ്റെ അണ്ടറിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഈവൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അണ്ടറിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഇടയിൽ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ അണ്ടറിലും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസിൻ്റെ അണ്ടറിലും നമുക്ക് അവിടെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല ഒരുപാട് 36 പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം അല്ല. ഇപ്പോൾ ഒരു എക്സാം എഴുതി CGL, ഇപ്പോൾ ഒരു എക്സാം എഴുതി നിങ്ങൾ കിട്ടിയെന്ന് തന്നെ വിചാരിച്ചു. നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ഒരു പോസ്റ്റ് വേണോ? നിങ്ങൾക്ക് അടുത്ത വർഷം വീണ്ടും CGL എക്സാം എഴുതി ആ ഒരു പോസ്റ്റിലേക്ക് എയിം ചെയ്യാം. നിങ്ങളുടെ ഗോൾ ബെറ്റർ ആക്കാം. നിങ്ങളുടെ ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ പോസ്റ്റ്, ബെറ്റർ റാങ്കിലേക്കുള്ള, ബെറ്റർ ഗ്രേഡ് പേയിലേക്കുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഒരു എണ്ണത്തെ തീരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഫ്യൂച്ചറിൽ വീണ്ടും അതേ എക്സാംസ് എഴുതി ബെറ്റർ പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ വരുന്നുണ്ട്. SSC CGL എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ സാലറിയുടെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. അതിലും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നല്ല പേ ആണ് അവിടെ വരുന്നത്. ഇപ്പം CGLന്റെ ഒരു ആംഗിൾ വെച്ച് പറയുവാണെങ്കിൽ ഏറ്റവും മിനിമം വരുന്ന ഒരു 40,000 തൊട്ട് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഏകദേശം ആ ഒരു 90,000 പ്ലസ്. നമ്മുടെ ഇനിയിപ്പം ഈ പറയുന്ന നമ്മുടെ 8th പേ കമ്മീഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം 80,000 90,000 റുപ്പീസ് സാലറി വാങ്ങുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് നമ്മുടെ CGLന്റെ അണ്ടറിൽ. ആ സാലറി ഒക്കെ എവിടെ പോകും? 1 lakh പ്ലസിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ ഏകദേശം ഒരു 30,000 40,000 ഇൻക്രിമെന്റ് ആയിരിക്കും ആ സാലറീസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിയറൻസ് അലവൻസ് കൂട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അലവൻസുകളൊക്കെ ഇൻക്രീസ് ആവാറുണ്ട്. സോ അങ്ങനെ ഇൻക്രീസ് ആകുമ്പോഴും നമുക്ക് എന്ത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക? നമ്മുടെ സാലറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. സോ ഇപ്പോഴത്തെ ഒരു കറണ്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 40,000 to അറൌണ്ട് ഒരു 90,000 സാലറി വരുന്ന പോസ്റ്റുകളാണ് SSC CGL അണ്ടറിൽ ഡിഫറെന്റ് ഗ്രേഡ് പേയിൽ വരുന്നത്. അപ്പം ഒരു എക്സാം അല്ലേ, ഒരു സാലറി അല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് ഗ്രേഡ് പേയുടെ അണ്ടറിലാണ് ഈ പോസ്റ്റുകളൊക്കെ വരുന്നത്. സോ അവിടെ സാലറിയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു സാലറി ഞാൻ നേരത്തെ പറഞ്ഞ ഈ റേഞ്ചിനുള്ളിൽ ആയിരിക്കും സാലറി നിൽക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഇൻക്രീസ് ആവും അടുത്ത പേ കമ്മീഷൻ വരുന്ന സമയത്ത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്നൊരു കാര്യമാണ് സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമുക്ക് നമ്മുടെ ചുറ്റും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്ക് മാത്രമല്ല, ഇവൻ നിങ്ങൾക്കറിയാം നമ്മുടെ ഫാമിലി ആയാലും അവരെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. ആ റെസ്പെക്റ്റും ആ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ജസ്റ്റ് നമുക്ക് മാത്രമല്ല കിട്ടുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യും? കിട്ടും. ഇപ്പം ഞാൻ ഇയാളുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഇയാളുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിൽ ഇരിക്കുവാണെങ്കിൽ, ഇപ്പം അല്ലെങ്കിൽ ഞാൻ CBI ഓഫീസറാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു പവർ. ഓക്കെ, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ
ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു പോസ്റ്റിലായിരിക്കില്ല നമ്മൾ ലൈഫ് ടൈം മൊത്തം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ പ്രൊമോഷൻസ് വരും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എഴുതി നമുക്ക് ബെറ്റർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എഴുതി പോസ്റ്റുകളിൽ പോകാൻ പറ്റും. ഈവൻ ഡിപ്പാർട്ട്മെന്റ് എക്സാം പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത വർഷം CGL എക്സാം വരുമ്പം ഇപ്പോൾ ഈ വർഷം എഴുതി നിങ്ങൾക്ക് എന്താ പറയുക ഒരു പോസ്റ്റ് കിട്ടി, നിങ്ങൾക്ക് ഈ പോസ്റ്റ് വേണ്ട, വേറൊരു പോസ്റ്റും വേറൊരു ഡിപ്പാർട്ട്മെന്റ് വേണം, അടുത്ത വർഷത്തെ CGL എക്സാം എഴുതി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എക്സാം എഴുതിയോ അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത വർഷം CGL എക്സാം നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ബെറ്റർ എക്സാംസ് വീണ്ടും എഴുതി. ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഏജ് ലിമിറ്റും അതൊക്കെ കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേറെ ബെറ്റർ എക്സാംസ് എഴുതി ബെറ്റർ പോസ്റ്റിലേക്കും ബെറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്താം. ഇപ്പോൾ ചിലവർക്ക് ഇൻകം ടാക്സ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇൻകം ടാക്സ് വേണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ വേണ്ടിയത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് അടുത്ത വർഷം എഴുതി ബെറ്റർ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ബെറ്റർ വേക്കൻസീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. സോ ഒരു വളരെ കൺസിസ്റ്റന്റ് ഗ്രോത്ത് നമുക്ക് ആ പോസ്റ്റിൽ നിൽക്കുമ്പോഴും കിട്ടുന്നുണ്ട്. അല്ല നമുക്ക് അടുത്ത ഈ എക്സാംസ് തന്നെ എഴുതി നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റുകൾ എഴുതി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊമോഷൻസ് വഴി എന്തായാലും നമുക്ക് കിട്ടും. അതും ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ നമുക്ക് വരുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള ബാക്കിയുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ പറയത്തില്ല കംപ്ലീറ്റ്ലി CGLന്റെ എല്ലാ പോസ്റ്റിലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഹവർ ഉണ്ട് എന്ന് ഞാൻ പറയത്തില്ല. ഡെഫിനറ്റ്ലി അവിടെ ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം ഫോഴ്സ് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ CBI അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം അവിടെ ചില സമയത്ത് ആ വർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റെയ്ഡ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്യൂട്ടീസ് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ അവിടെ എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ചിലപ്പോൾ വർക്ക് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആയിരിക്കും. അതുപോലെ ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ മോസ്റ്റ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് എന്ത് ഫോളോ ചെയ്യാറുണ്ട്, കറക്റ്റായിട്ട് ഒരു വർക്കിംഗ് ഹവേഴ്സ് ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഫോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ആ ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. പക്ഷെ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും കിട്ടുന്നുണ്ട്, അതിന് എക്സ്ട്രാ സാലറീസും കിട്ടുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന എക്സ്ട്രാ ഹവേഴ്സിന് അവർക്ക് എക്സ്ട്രാ പേ വരുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് ആണ് മോസ്റ്റ് ഓഫ് ദി പോസ്റ്റിംഗ് ക്യാരി ചെയ്യുന്നത്, യൂഷ്വൽ വർക്കിംഗ് ഹവേഴ്സ്. പക്ഷേ ഇത് കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ പെർക്സും എക്സ്ട്രാ അലവൻസും അതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഒരു വർക്ക് ലൈഫ് ബാലൻസിന് വളരെ നല്ലതാണ് എന്നും നമുക്ക് പറയാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദി പോസ്റ്റുകൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോബിന്റെ അണ്ടറിൽ വരുന്ന, എസ്പെഷ്യലി CGLന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ നേഷൻ വൈഡ് പോസ്റ്റിംഗ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ മാത്രം എന്നായിരിക്കത്തില്ല കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കിട്ടാം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒരു സമയം കഴിയുമ്പോഴത്തേന്. അപ്പം അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഫുൾ ലൈഫ് ടൈം വർക്ക് ചെയ്യണം എന്നൊരു ആംഗിൾ വരുന്നില്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ ട്രാൻസ്ഫർ വാങ്ങാം. നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സമയത്ത് തന്നെ ഡിഫറൻറ്റ് സ്ഥലത്തേക്ക് പോസ്റ്റിങ്സ് വാങ്ങാം. ഓക്കെ, നിങ്ങളുടെ മാർക്കും സ്കോർ അനുസരിച്ച്. സോ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി എക്സാം ഓറിയന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ഒരു നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്താ പറയുക, വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അവിടെ എന്ത് വരുന്നില്ല, അവർക്ക് ഫീസ് വരുന്നില്ല. ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ ഫീസ് ഇല്ല അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ SC ST കാറ്റഗറി വരുന്നവരാണെങ്കിലും അവർക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ഈവൻ ജനറൽ കാറ്റഗറി വരുന്നവർക്കാണെങ്കിൽ പോലും അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്, ജനറൽ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്തായാലും ഫീസ് ഇല്ല, പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അവിടെ വരുന്നത്. അവർക്കാണെങ്കിൽ പോലും 100 രൂപയാണ് നമുക്ക് ഇവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് 100 rupees മാത്രമേ ഉള്ളൂ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെങ്കിൽ SC ST ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, ഫീസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSC CGL മാത്രമല്ല SSCന് തന്നെ വേറെ എക്സാംസിനൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സാമിന്റെ അടുത്തൊരു എക്സാം ബേസ്ഡ് നമ്മളൊരു വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ പ്യുവർലി മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, പ്യുവർലി നമ്മുടെ എക്സാമിൽ അവിടെ ഇന്റർവ്യൂസ് ഒന്നും ഇല്ല. നിങ്ങൾക്കറിയാം ഇന്റർവ്യൂസ് ഒക്കെ 2015 കഴിഞ്ഞപ്പം മാറ്റി. അപ്പോൾ ഇന്റർവ്യൂ ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സെലക്ഷൻ നടക്കുന്ന പ്യുവർലി എന്തിന്റെ ബേസിസിൽ മാത്രമാണ്, നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ ബേസിസിൽ മാത്രമാണ് നടക്കുന്നത്. Tier 1 സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ ബേസിലാണ് Tier 2 സെലക്ട് ആവുന്നത്. Tier 2 സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ ബേസിലാണ് നമ്മുടെ ഈ പറയുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി നമ്മുടെ സെലക്ഷൻ നടക്കുന്ന എന്തിന്റെ ബേസിസിൽ മാത്രമാണ്, നമ്മുടെ മെറിറ്റിന്റെ ബേസിസിൽ മാത്രമാണ് സെലക്ഷൻ നടക്കുന്നത്. അല്ലാതെ ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ അവിടെ എക്സ്ട്രാ മാർക്ക് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വരുന്നില്ല. സോ അതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് അലവൻസുകൾ, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിയറൻസ് അലവൻസുകൾ, HRA, അതുപോലെ തന്നെ നമുക്ക് പെൻഷൻസ്, മെഡിക്കൽ അലവൻസുകൾ, ട്രാവൽ അലവൻസുകൾ, ലീവ് ബെനിഫിറ്റുകൾ, പെയ്ഡ് ലീവ് ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ ഹൗസ് HRA അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ട്രാവൽ അലവൻസുകൾ, ഇങ്ങനെ ഒരുപാട് അലവൻസുകൾ. നിങ്ങൾക്കറിയാം ഈവൻ
ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പം ചില ഫെസ്റ്റിവൽസിനടക്കം എന്ത് കിട്ടാറുണ്ട്, ബോണസുകൾ കിട്ടാറുണ്ട്. ഓക്കെ, ദിവാലി പോലത്തെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് അലവൻസ്, പെർക്സ് ആണ് നമുക്ക് ഈ ഒരു ജോബിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്ന് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെറിയ ആൻസർ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആംഗിളൊക്കെ വിട്ടിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലബസ് ചെയ്യുക, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അക്കാഡമിക് ആംഗിളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ആംഗിളിൽ എന്തുകൊണ്ട് SSCക്ക് CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിനുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് CGLന് വേണ്ടി കുറച്ച് സമയം കൊടുക്കാം, അടുത്തൊരു 6 മാസം 8 മാസം ഇതിന് വേണ്ടി കൊടുക്കണം, അപ്പം എന്തുകൊണ്ട് കൊടുക്കാം എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇത്. അപ്പം ഇത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫ് എന്ത് ചെയ്യും, മാറും. നിങ്ങളുടെ പേരൻസ് ആയാലും നിങ്ങളുടെ കണക്ട് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെയും ലൈഫ് മാറും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസ്, ഒരു പവറൊക്കെ ഉണ്ട്. ആ ഒരു സാലറീസ് നിങ്ങളുടെ ഫിനാൻഷ്യലി ആയാലും ശരി, സോഷ്യലി ആയാലും ശരി, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാനേ പാടില്ല. നിങ്ങൾ ഇപ്പം ഒരു അടുത്ത 6 മാസം ഒരു നല്ലൊരു എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോൾ നിങ്ങളൊരു 8 മാസം 10 മാസം കഴിയുമ്പോഴത്തേന്ന് നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറും. വെരി ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങുമെന്ന് പറയാം. നിങ്ങൾ ആ ജോയിൻ ചെയ്ത് കഴിയുന്ന അല്ലെങ്കിൽ ഈവൻ റിസൾട്ട് വരുന്ന അന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങുക, നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഇനി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാംസിനെ കുറിച്ച് നമ്മുടെ SSCയുടെ അണ്ടറിൽ വരുന്ന ഇപ്പം ഡിഗ്രി ഉള്ള ഒരാൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഒരു 10ാം ക്ലാസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് SSC എക്സാംസ് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏതൊക്കെയാണ് 10th വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ്, ഏതൊക്കെ 12th വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ്, സോ അതേപോലെ വരുന്ന SSC എക്സാംസും ആൻഡ് SSC മാത്രമല്ല വേറെ ബാങ്ക് എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്, വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാംസിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പം 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഡിഗ്രി ഉള്ള ഒരാൾക്ക് പറ്റത്തില്ല എന്നൊരു കൺഫ്യൂഷൻ വരില്ല. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ, ഡിഗ്രി ഉള്ള ഒരാൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ അതിനുവേണ്ടി ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ ഈ വരുന്ന മെയ് 14 8 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക, ഈ ഒരു എക്സാംസിനെ കുറിച്ച് അറിയുക, നല്ലപോലെ മനസ്സിലാക്കുക, എന്നിട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറന്നുപോലെ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക അത്. ആൻഡ് ഉറപ്പായിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന ഒരു 18 ഇയേഴ്സിൻ്റെ മേളിലാണെങ്കിൽ, നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓർ ഈവൻ ഇപ്പം +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ നല്ലതായിരിക്കും. ഉറപ്പായിട്ടും അവരുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് നിങ്ങൾക്കിപ്പം ഈവൻ 12th ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു 3 ഇയേഴ്സ് കഴിയുമ്പോൾ 4 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ, ഈവൻ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. അത് കൂടാതെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത CGL പോലത്തെ എക്സാംസിന് വേണ്ടി ഒരു ലോങ് ടേം ഗോളായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. ഈ വരുന്ന മെയ് 14 8 PM നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെങ്കിൽ, ഈവൻ നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഓഫർ പ്രൈസസിനൊക്കെ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ഓഫർ പ്രൈസസിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്നുള്ളതാണ് നമ്പർ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ചോദിച്ചറിയാം. അതുപോലെ ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് മിസ്സാക്കില്ല, ഇതൊരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാംസ് വരാൻ ഇനിയും സമയമുണ്ട്. എക്സാമിൻ്റെ കലണ്ടർ വന്നിട്ടില്ല, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സമയമുണ്ട്. നമുക്ക് എങ്ങനെയായാലും ഒരു 3 to 4 months എന്തായാലും മിനിമം കിട്ടുന്നുണ്ട് SSCയുടെ ആദ്യത്തെ എക്സാമിന്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ബാക്ക് ആണ് എക്സാംസ് വരുന്നത്. സോ ഇനി അങ്ങോട്ട് വരുന്ന CGL CSL MTS അങ്ങനെയൊക്കെയുള്ള എക്സാംസ് വരുമ്പോൾ പിന്നെയും നമുക്ക് അവിടെ 4 മാസം 5 മാസം 6 മാസം 7 മാസം ഇങ്ങനെ സമയം കിട്ടുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുക വെബിനാർസ് വഴി. ആൻഡ് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുക. സോ ഐ ഹോപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിലേക്ക് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അവരെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ഇതിനെക്കുറിച്ച് എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.